ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അളവ് ഡ്രസ്സിൽ നിന്ന് എങ്ങനെ അളവ് എടുത്തിട്ട് നമുക്കൊരു ഷോർട്ട് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുർത്തിയുടെ ഫുൾ ലെങ്ത് ആണ് നോക്കുന്നത്. അപ്പോൾ ഷോൾഡർ മുതൽ താഴെ വരെ എത്ര ലെങ്ത് ഉണ്ടോ അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ലെങ്ത്ത് ഒരു 21 ഇഞ്ചാണ് ഉള്ളത് ഫുൾ ലെങ്ത്ത്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ലെങ്ത്ത് എടുത്തിട്ട് ഞാനൊരു 23 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 24.5 ഇഞ്ചാണ് ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ നമ്മുടെ അളവിന് എടുത്തിട്ടുള്ള ആ ഒരു തുണി അതിനിതുപോലെ മടക്കിയിട്ട് നമ്മുടെ ടേബിളിന് അരികിലായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ടാപ്പ് ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ടേബിളിൻ്റെ അറ്റം വരെ എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതിന് ഷോൾഡറായിട്ട് എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 6 ഇഞ്ചാണ് ഷോൾഡറായിട്ട് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ആം ഹോളിനുള്ള അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കൈക്കുഴി വരുന്നില്ലേ അതുവരെ നമ്മൾ ടാപ്പൊന്ന് വെച്ച് അളന്ന് നോക്കുക. അതിനുശേഷം കറക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ കൈക്കുഴിയുടെ അവൾക്ക് കറക്റ്റ് ഏത് പോയിന്റിൽ നിന്നാണോ അങ്ങോട്ട് കറക്റ്റായിട്ട് വളച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് അതാണ് നമ്മുടെ ആം ഹോളായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ താഴത്തേക്ക് ഒരു 5 ഇഞ്ചാണ് നമ്മൾ ആം ഹോളായിട്ട് എടുക്കുന്നത്. ആം ഹോളിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അടുത്തതായിട്ട് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് ടാപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യുന്നില്ലേ ഷോൾഡർ മാർക്ക് ചെയ്തതുപോലെ തന്നെ ആ ഒരു ടേബിളിൻ്റെ തറ്റം വരെ അത് കറക്റ്റ് ആ ഒരു തറ്റം തന്നെ നമ്മുടെ ആ ക്ലോത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുതലൊന്ന് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് കിട്ടും. ചെസ്റ്റ് റൗണ്ട് എനിക്ക് 7 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 8.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടായിട്ട് ഞാൻ എടുത്തു. അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ വേസ്റ്റ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തുള്ളത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 10.5 ഇഞ്ച് ഇങ്ങോട്ട് വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തുള്ള ആ ഒരു 10.5 ഇഞ്ച് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ടാപ്പ് വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കുക. അത് എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് കിട്ടുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കറക്റ്റ് ആ 10.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർക്ക്. അപ്പോൾ ഞാനൊന്നുകൂടെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്നുകൂടെ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ നിന്ന് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ടായിട്ട് എനിക്ക് ഞാനതിൽ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 7.5 ഇഞ്ച് ഞാൻ വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഓപ്പൺ ലെങ്ത് ആണ്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വേസ്റ്റ് ലെങ്ത്ത് എടുത്ത പോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് എത്രയാണോ ഓപ്പൺ ലെങ്ത്ത് വേണ്ടത് അതുവരെ നമ്മൾ ടാപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. ഇവിടെ ഓപ്പൺ ലെങ്ത്തായിട്ട് ഞാൻ എടുക്കുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 16.5 ഇഞ്ചാണ് ഞാൻ ഓപ്പൺ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഓപ്പൺ റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് ഓപ്പൺ റൗണ്ടും കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ ഓപ്പൺ ലെങ്ത്ത് എത്രയിലാണ് നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ ടാപ്പ് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾക്ക് ഓപ്പൺ റൗണ്ട് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ റൗണ്ട് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 9 ഇഞ്ച് ഓപ്പൺ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തു. ഇനി ബോട്ടം മാർക്ക് ചെയ്യുക. ബോട്ടം ഒരു 8.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 10 ഇഞ്ച് ബോട്ടം ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ അളവുകളെല്ലാം നമുക്ക് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ബോട്ടം അളവും 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും ഭാഗം നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റിക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ചെറിയ പീസിൽ നമുക്ക് മാർക്ക് ചെയ്താൽ മതിയല്ലോ. കാരണം ഇതൊരു 12 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഷോർട്ട് കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മളിത് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിലാണ് നമുക്കിനി ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ 6 ഇഞ്ച് ഉണ്ടല്ലോ ആ 6 ഇഞ്ചിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ടാണ് താഴത്തേക്ക് ആം ഹോളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ 5 ഇഞ്ചിൽ ടാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെസ്റ്റ് റൗണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു 8.5 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വേസ്റ്റ് ലെങ്ത്താണ്. അതിനു മുമ്പ് നമുക്ക് ഈ ആം ഹോളിനുള്ള ആ ഒരു ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു കോർണറിൽ നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കർവ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആം ഹോൾ റെഡിയായി. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് ലെങ്ത്
ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 10.5 ഷോൾഡർ മുതൽ താഴെ വരെ ഒരു 10.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള 10.5 ടാപ്പ് വെച്ചിട്ട് വേസ്റ്റ് റൗണ്ട് നമ്മൾ 7.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ റൗണ്ടാണ് നേരത്തെ ചെയ്തതുപോലെ ഷോൾഡർ മുതൽ താഴെ വരെ ഓപ്പൺ റൗണ്ട് ഓപ്പൺ ലെങ്ത്ത് നോക്കാം. ഓപ്പൺ ലെങ്ത്ത് 16.5 ഇഞ്ചാണ്. ആ 16.5 ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്യാം. ഓപ്പൺ റൗണ്ട് 9 ഇഞ്ചാണ്. ഓക്കെ, നമുക്ക് ഇനി ഇത്രയും ലൈനുകൾ വരച്ചതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക, ഒന്ന് ഷേപ്പായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾക്കുള്ള കുർത്തിയുടെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുള്ള ആ പീസിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു പീസ് ഞാൻ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാൻ 2.25 എടുത്തത്. ലെങ്ത്തായിട്ട് ഞാനൊരു 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു ബോക്സ് ടൈപ്പിലൊന്ന് വരച്ചിടാം. എന്നിട്ട് ആ ഒരു ബോക്സിൽ വരച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വളരെ എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു നെക്കാണ് കേട്ടോ ഞാനിതിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ സൈഡിലും ഒരു 1.5 ഇഞ്ച് നമുക്ക് മാക്സിമം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തല്ലേ നമ്മൾ നെക്ക് വരച്ചിട്ടുള്ളത്, ഈ തുണീനൊന്ന് നമ്മളൊന്ന് മറിച്ച് പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് തട്ടി ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ചോക്ക് വരച്ചതിൻ്റെ ആ ഒരു അടയാളം അപ്പുറത്തേക്ക് പതിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ആ ഒരു നെക്ക് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ മേലെന്ന് താഴത്തേക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ തയ്യൽത്തുമ്പോൾ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു അളവുണ്ടല്ലോ, അതാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത് അതിൻ്റെ തയ്യൽത്തുമ്പോൾ ഒഴിവാക്കിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 12 ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് സ്ലീവ് ലെങ്ത്തും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ 2 സൈഡിലും ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എന്തെങ്കിലും നോക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. സ്ലീവ് റൗണ്ട് എനിക്ക് വേണ്ടത് ഒരു 3.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യലെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 4 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് മൊത്തം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കറക്റ്റ് സ്ലീവ് റൗണ്ട് ഉണ്ടല്ലോ, അതായത് 3 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യലെത്തുമ്പോൾ ഏടെ ഇതിലും കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു താഴെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ബെൽ സൈസ് സ്ലീവ് ഉണ്ടല്ലോ, അതാണ് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ടൊരു 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെ മുതലാണോ നമുക്ക് ആ ലൂസ് വേണ്ടത് അതുവരെ. അപ്പോൾ ആ കുറച്ച് ഭാഗം ടൈറ്റായിട്ട് നിൽക്കില്ലേ, അപ്പോൾ ആ ഒരു ടൈറ്റ് വരെ നമ്മളത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അപ്പോൾ അതുവരെ നമ്മളിതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 3 ഇഞ്ച് നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 3 ഇഞ്ചിലേക്ക് മേലെന്ന് ഒന്നിങ്ങോട്ട് കർവ് പോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ചല്ലേ നമ്മൾ താഴത്തേക്ക് വരച്ചിട്ടുള്ള 7ൻ്റെ പകുതി നമ്മളൊരു 3.5 ഇഞ്ച് മാർക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മളിതുപോലെ ഒരു കർവ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കാനില്ല. അപ്പോൾ ഇനി നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്നാലോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്ക് വരച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ നല്ല വശം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ നേരത്തെ വരച്ചില്ലേ, ആ നെക്കിൻ്റെ മോഡൽ വരച്ചില്ലേ, ആ വരയിലൂടെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആ ഒരു പീസിൻ്റെ 3 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ആ വരയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഉൾവശത്ത് ആ ഒരു പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക. ആ വരയിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. വരയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ട് വിട്ടിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് ഇനി മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ നമ്മൾ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അത് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ആ സൈഡിലൂടെ കറക്റ്റ് ആ അരികിലൂടെ ഒന്ന് നല്ല വൃത്തിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് ഓക്കെ ആയി.
അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് കഴുത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളത് സൈഡിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തല്ലോ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളത് അങ്ങോട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് നമ്മൾ മാറ്റി കളയുവാണ്. ഇനി നമ്മൾ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിടണം, അതിപ്പോൾ തന്നെ മറിച്ചിടില്ല. സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് നെക്ക് നല്ല വശം നമുക്ക് കാണുന്ന തരത്തിൽ ഇങ്ങനെ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്ക് വശത്തിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, അതായത് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം ബാക്ക് വശത്തിൻ്റെ നല്ല വശം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് വശത്ത് നമ്മളിപ്പോൾ ആ ഒരു പീസ് നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉൾവശത്തേക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം നമ്മളിതുപോലെ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല, പക്ഷേ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. രണ്ട് വശത്തെയും ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഫ്രണ്ട് നെക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തില്ല, അതുപോലെ ബാക്ക് നെക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ലീവ് ഇതിന് അറ്റാച്ച് ചെയ്തിട്ടു. അപ്പോൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ സ്ലീവ് കൂടെ രണ്ട് സൈഡിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. സ്ലീവിൻ്റെ താഴ്വശത്തായിട്ട് ഞാനൊരു ലേസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളറിലുള്ള ലേസാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ലേസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി നമ്മുടെ അളവുണ്ടാവുമല്ലോ, അത് ഇതുപോലെ മാർക്ക് ചെയ്ത് അതൊന്ന് വരച്ചെടുത്തിട്ട് ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഒരു ഫൈനൽ ലുക്കാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തി തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.